CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. एक तरफ से तो दोनों का है, और क्योंकि स्टेट का लॉ एंड ऑर्डर है और यही बात हम हर जगह पे कहते हैं, लेकिन ज़्यादा दायित्व इसके अंदर ये होता है कि इस तरह की घटनाओं के लिए माहौल बन क्यों रहा है, ये एटमॉस्फेयर जो बनाया जा रहा है उसके लिए जिम्मेदार आज ये केंद्र सरकार. ओके जी, थैंक यू. So what about? I know they joined Trinamool, and I know they've been wanting to join Trinamool, and that's what happened earlier in Bengal also. That's what. No, there's nothing. The party in Bengal also is not known. That's why. I'm sorry. So what happened to the party later in Bengal? There's a repeat. It's a possibility of repeat in Tripura also. Let us see how it happens, but it won't be easy. We won't allow it to happen in Tripura. Wait. Kerala. Oh. Kerala, even after the LDF came into power, the former Chief Minister V.S. Sadanand not accounted for there is no post for V.S. Sadanand in Kerala. I think these are matters that will be discussed there. All that I have said. There's nothing more to say on this matter. Did you discuss it in CC? Did you discuss the matter in CC? Well, the CC, when the CC meeting takes place, there's a lot of other agenda that is very important agenda which we'll have to discuss and dispose of. So when the meeting takes place, then we'll see. But that is not on the agenda. You have abandoned it. What? You, after calling it Chaspro, you have kind of abandoned it. Who told you? Where's the videos in Yeah. You require a new story every day. That's your problem. Okay, thank you very much. സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വാർത്തകളിലേക്ക്. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. CBI ഹർജികൾ മാത്രമേ നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പുതുതായി ഒരു രേഖയും ഹാജരാക്കാൻ ഇടപെടൽ ഹർജി നൽകിയവർക്കൊന്നും അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൈം നന്ദകുമാർ, KM ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന വിധി. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കേസിൽ കക്ഷി ചേരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ല. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വന്നതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും CBI അഭിഭാഷകൻ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ആവശ്യം നിയമപരമല്ലെന്നും മുൻ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷിചേരൽ ഹർജികൾ കോടതി തള്ളിയത്. റിവിഷൻ ഹർജിയിൽ അന്തിമവാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജി കോടതി അംഗീകരിച്ചു. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിനു വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെട്ടത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾക്കായുള്ള കൺസൾട്ടൻസി കരാറിൽ വിജിലൻസ് അന്വേഷണം. പൊതുമരാമത്ത് വിജിലൻസ് ആണ് അന്വേഷണം നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ. ജീവൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയായിരിക്കും അന്വേഷണം? മറ്റു വിവരങ്ങളും. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾക്കായുള്ള കൺസൾട്ടൻസി കരാറിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. പൊതുമരാമത്ത് വിജിലൻസാണ് അന്വേഷണം നടത്തുക. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾക്കായുള്ള കൺസൾട്ടൻസി കരാറിലാണ് അന്വേഷണം നടത്തുക. നേരത്തെ തന്നെ ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു.
തുടർച്ചയായ ഇത്തരം ആരോപണങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹരിപ്പാട് വയനാട് മെഡിക്കൽ കോളേജുകൾക്കായുള്ള കൺസൾട്ടൻസി കരാറിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പൊതുമരാമത്ത് വിജിലൻസാണ് അന്വേഷണം നടത്തുക. കൺസൾട്ടൻസി കരാർ അനുവദിച്ചതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് ടെൻഡറിൽ കുറഞ്ഞ തുക ഒഴിവാക്കി കൂടിയ തുകയ്ക്ക് കരാർ നൽകിയതായുള്ള കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം നടക്കുക. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. സുധീറിനെ തള്ളി എം ഹസനും. നേതൃമാറ്റ ചർച്ച കോൺഗ്രസിൽ നടന്നതായി ഹസൻ. വെടിവെച്ചിട്ട് ഠോ എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ഹസൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ഒഴിയാന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ മാറ്റണമെന്നാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. അതായത് കമ്മിറ്റികൾ മാറ്റുമ്പോൾ നിലവിലുള്ള ആളുകളെ മാറ്റിയാലല്ലേ പുതിയ കമ്മിറ്റി എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പൂർണ്ണമായും മാറി നിൽക്കാൻ തയ്യാറാണ്. അടിപൊളി മാറ്റം വേണമെന്നേ ചർച്ച നടന്നിട്ടുള്ളൂ. VM സുധീരൻ മാറണമെന്ന് അവിടെ ആരും പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസത്തിനകം പരിഹാരമെന്ന് മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പിണറായി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമല്ല. 1,54,057 കോടി രൂപയാണ് മൊത്തം കടം. 2,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുമുണ്ട്. എങ്കിലും ഭാവി അന്ധകാരം നിറഞ്ഞതാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കും. ജില്ലാതലങ്ങളിലുള്ള പരാതികൾ പരിഹരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉയർന്നുവരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. ഡാമിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം വേണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ സേവനം പരിശോധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LNG പദ്ധതി ഒഴിച്ചുകൂടാനാവില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. സെൻകുമാർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറയേണ്ടി വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഒരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് ആ വെളിപ്പെടുത്തൽ ഞാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. വിലക്കയറ്റവും അഴിമതിയും തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിമതി കേസുകളിൽ ആരോടും രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട് വയനാട് മെഡിക്കൽ കോളേജുകൾക്കായുള്ള കൺസൾട്ടൻസി കരാറിൽ വിജിലൻസ് അന്വേഷണം. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ, ഹരിപ്പാടും വയനാടും 2 മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്നതിനായി കഴിഞ്ഞ UDF സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ലാൻഡ് അക്വിസിഷൻ അടക്കമുള്ള നടപടികളും കൺസൾട്ടൻസി കരാറുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഭരണം മാറിയത്. തുടർന്ന് ഈ കാര്യത്തിൽ കൺസൾട്ടൻസി കരാർ നൽകിയതിൽ അഴിമതിയുണ്ട് എന്ന് പ്രാഥമികമായ ഒരു നിഗമനം ഇത് സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി ആണ് മന്ത്രി ജി സുധാകരൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ആൻസൺ എന്ന കമ്പനിയാണ് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. തങ്ങൾ കുറഞ്ഞ തുക കോട്ട് ചെയ്തിട്ടും കൂടിയ തുക കോട്ട് ചെയ്ത ആർട്ടറി മാട്രിക്സ് എന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകി എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. 1.38 ആയിരുന്നു കൺസൾട്ടൻസി ഫീസായി ആൻസമൻ ഇതിൽ കോട്ട് ചെയ്തിരുന്നത്. എന്നാൽ 2.94 കോട്ട് ചെയ്ത ആർട്ടറി മാട്രിക്സിനാണ് കരാർ നൽകിയത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് കൂടിയ തുക കോട്ട് ചെയ്ത കമ്പനിയെ നിയമിച്ചു എന്ന് ഫയലുകളിൽ നിന്നും വ്യക്തമാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കൺസൾട്ടൻസി കരാർ നൽകുന്നതിനായി തീരുമാനിച്ചത് എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് വിഭാഗം മേധാവിയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം മന്ത്രിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് മന്ത്രിയെ നേരിൽ കണ്ട് ഇതിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും.
സൗമ്യ. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഗ്രൂപ്പ് ഭേദമന്യേ സുധീരനെതിരെ പടയൊരുക്കം ശക്തം. സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ നിർദ്ദേശം. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചയാളാണ് സുധീരൻ എന്ന് സോണിയയ്ക്ക് മുമ്പാകെ തിരുവഞ്ചൂർ. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, കോൺഗ്രസിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ദില്ലിയിലുണ്ടായ കാര്യങ്ങൾ മറ്റു വിവരങ്ങൾ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന നിലപാട് AA ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. 3 നേതാക്കളും നാളെ തന്നെ ദില്ലിയിൽ എത്താനാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കമാൻഡ് മുമ്പാകെ A ഗ്രൂപ്പ് ദൂതനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലടക്കം മുന്നോട്ട് വച്ചത് നിലവിൽ ഗ്രൂപ്പുകൾ ഇല്ലാതാക്കുന്നതിനും മറ്റുമാണ് സുധീരനെ ഹൈക്കമാൻഡ് എന്തായാലും അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സുധീരൻ തന്നെ സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല, നേതൃസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണം, നേതൃസ്ഥാനത്ത് ഒരു സ്ഥാനചലനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ എന്തായാലും 3 നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ സുധീരനുമായി കൂടിക്കാഴ്ച നടത്തവേ രാഹുൽ ഗാന്ധി KPCC അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇനി എന്ത് നിലപാട് ഈ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദങ്ങൾക്ക് മേൽ എന്ത് നിലപാട് ഹൈക്കമാൻഡ് കൈക്കൊള്ളും എന്നതാകും ശ്രദ്ധേയം. മനുഷ്യങ്കരാണ് വിവരങ്ങൾ നൽകിയത്. കായികമന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി മുൻ അത്ലറ്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചു എന്നാണ് അഞ്ജുവിന്റെ പരാതി. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ. അതേസമയം അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ തന്നോട് മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഒളിമ്പ്യനുമായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. നിങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ നോമിനേറ്റഡ് ആൾക്കാരാണ്. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പാർട്ടി വിരുദ്ധമാണ്. നിങ്ങളെല്ലാവരും ഒറ്റ സ്പോർട്സുകാരില്ല ബോർഡിൽ, എല്ലാവരും പാർട്ടിയുടെ ആൾക്കാരാണ്. പിന്നെ എങ്ങനെയാണ് കേരള കൗൺസിൽ പ്രസിഡന്റ് ഫ്ലൈറ്റ് ഫെയർ അവൈൽ ചെയ്യുന്നത്? ഇതൊക്കെ ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് അവർ പറയാൻ സാധ്യതയില്ലെന്നാണ്. വളരെ സന്തോഷത്തോട് അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കായികമന്ത്രിയെ പിന്തുണച്ചു. അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അവർ വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അഞ്ജു തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. ജിഷ കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ ഇടുക്കിയിൽ കസ്റ്റഡിയിൽ. കഞ്ഞിക്കുഴി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നുണ്ട്. ലെസ്ലി, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് രാവിലെയാണ് കഞ്ഞിക്കുഴി പോലീസ് വധക്കേസുമായി ബന്ധപ്പെട്ട രേഖാചിത്രത്തിനോട് സാമ്യമുള്ള യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയായിരുന്നു. ഈ അറസ്റ്റ് വാറണ്ടുമായി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യവെയാണ് ഇദ്ദേഹത്തിന് നിഷയുടെ ഘാതകനുമായി രൂപസാദൃശ്യമുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷ അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉള്ളതായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തിയെ കൈമാറുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ജിഷാവധക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് ഈ പിടിക്കപ്പെട്ട ആളെ പോലീസ് എത്തിച്ചിട്ടുണ്ട്. ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികൾക്ക് കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ പുതിയ സ്കൂൾ ഒരുങ്ങി. പഠനത്തിനായി 7 ക്ലാസ് മുറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ കൃത്യം 10 മണി. കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാൾ ഒരു കുഞ്ഞു വിദ്യാലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 6ഓളം ക്ലാസ് മുറികൾ, ഇരിക്കാൻ നിറമുള്ള കസേരകൾ. നഷ്ടമാകുമോ എന്ന് ഭയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ.
മലാപ്പറമ്പ് AUP സ്കൂളിലെ കുട്ടികൾക്ക് സൗകര്യം കുറവാണെങ്കിലും പുതിയ ക്ലാസ് മുറികൾ ഇഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും വീട്ടിലേക്കും നാട്ടിലേക്കുമുള്ള തിരിച്ചുപോക്ക് എന്ന പോലെ തങ്ങൾക്ക് പഴയ സ്കൂളിലേക്ക് മടങ്ങിപ്പോകണം എന്ന് തന്നെയാണ് കുട്ടികൾ ഒന്നടങ്കം പറയുന്നത്. സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ശാശ്വതമായൊരു പരിഹാരം കാണുന്നതുവരെ കുട്ടികളെ കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിലെ ക്ലാസ് മുറികളിൽ തന്നെ ഇരുത്തുമെന്ന് കളക്ടർ N. പ്രശാന്ത് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ട ഭക്ഷണവും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. DDOയും രാവിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ എത്തിയിരുന്നു. വിശാലമായ ഒരു വിദ്യാലയത്തിൽ നിന്നും തങ്ങളെ പറിച്ചുനട്ടതിന്റെ വേദനയിലാണ് ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾ. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലും. മേഘമാധവൻ, കോഴിക്കോട്. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ഹോർട്ടികോർപ്പ് വിപണന കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടുന്നു. തീ പൊള്ളുന്ന വിലവർദ്ധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആദായ വിൽപ്പനയെന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ. ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്. പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ. നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്. അതിനെ നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ടു തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.